വീട് എന്നത് സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും ഇടമാണെങ്കിലും പലപ്പോഴും ഒരു വ്യക്തിക്ക് തന്റെ ഏറ്റവും സ്വകാര്യമായ ചിന്തകളിലേക്ക് ഊളിയിടാൻ അവിടെ ഇടം ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബാംഗങ്ങളുടെ ബഹളങ്ങൾക്കിടയിലും ജോലിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഒരാൾക്ക് സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ലഭിക്കുന്ന അവസാന കോട്ടയായി ഇന്ന് ബാത്റൂമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാത്റൂം എന്നത് കേവലം ശരീരശുദ്ധി വരുത്താനുള്ള ഒരിടം മാത്രമല്ല, മറിച്ച് അതൊരു പ്രൈവറ്റ് സാങ്ച്വറി അഥവാ സ്വകാര്യ സങ്കേതമായി മാറുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് കമ്പനിയായ പെബിൾ ഗ്രേ 1000 പുരുഷന്മാരിൽ നടത്തിയ പഠനം പുറത്തുവിടുന്ന വിവരങ്ങൾ ഈ വിഷയത്തിൽ പുതിയൊരു സാമൂഹിക വായനയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. പുറം ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാനല്ല, മറിച്ച് തന്നെ വീണ്ടെടുക്കാൻ പുരുഷൻ കണ്ടെത്തുന്ന ഈ ഇടം വലിയൊരു മനഃശാസ്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരു ശരാശരി പുരുഷൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കാൻ വർഷത്തിൽ ഏകദേശം 7 മണിക്കൂറോളം ബാത്റൂമിൽ ചെലവഴിക്കുന്നുണ്ടെന്നാണ് പഠനത്തിൻ്റെ ഒരു പ്രധാന കണ്ടെത്തൽ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 7 മണിക്കൂർ എന്നത് ഒരാൾ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന സമയമല്ല, മറിച്ച് സമാധാനമായി ഒരിടത്തിരിക്കാൻ വേണ്ടി മാത്രം ബാത്റൂമിനെ ആശ്രയിക്കുന്ന സമയമാണ്. ഓരോ തവണയും ബാത്റൂമിൽ കയറി വാതിൽ കുറ്റിയിടുമ്പോൾ അവിടെ ശാരീരികമായ അതിർവരമ്പ് മാത്രമല്ല സൃഷ്ടിക്കപ്പെടുന്നത്, മറിച്ച് പുറം ലോകവുമായുള്ള എല്ലാ വിനിമയങ്ങളിൽ നിന്നും താൽക്കാലികമായ ഒരു മോചനം കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. വാതിൽ കുറ്റിയിടുന്ന ആ ചെറിയ ശബ്ദം പോലും ഒരു പുരുഷന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ ഒരു വികാരമുണർത്തുന്നു. ഈ സമയം അവൻ മൊബൈൽ ഫോണിൽ വാർത്തകൾ വായിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഒരിടത്തിരിക്കാനോ ഉപയോഗിക്കുന്നു. 10ൽ 3 പുരുഷന്മാരും തങ്ങളുടെ ബാത്റൂം സന്ദർശനങ്ങൾ സമാധാനത്തിനായുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഈ ഒരു പ്രത്യേക ഇടത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ വീടുകളിൽ സ്വകാര്യത എന്നത് പലപ്പോഴും ഒരു ആഡംബരമായി മാറിക്കഴിഞ്ഞു. പങ്കാളിയുടെ ചോദ്യങ്ങൾ, കുട്ടികളുടെ ആവശ്യങ്ങൾ, നിരന്തരമായ ഫോൺ കോളുകൾ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ ബാത്റൂം അല്ലാതെ മറ്റൊരു മുറിയിൽ ഇരുന്നാലും പലപ്പോഴും സാധ്യമാകാറില്ല. ഉദാഹരണത്തിന്, ഒരാൾ ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ഏത് നിമിഷവും മറ്റുള്ളവർക്ക് ലഭ്യമായ അല്ലെങ്കിൽ അവൈലബിൾ ആയ ഒരാളാണ്. എന്നാൽ ബാത്റൂമിൽ ആയിരിക്കുമ്പോൾ അയാൾ ബിസിയാണെന്ന് മറ്റുള്ളവർ സ്വയം കരുതുന്നു. ഈ ഒരു സാമൂഹിക ധാരണയാണ് പുരുഷന്മാരെ ഇത്തരമൊരു ഒളിത്താവളം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നത്. വീട്ടുജോലികളിൽ നിന്നുള്ള ഒരു ചെറിയ ഇടവേളയായോ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ഭാരത്തിന് ശേഷമുള്ള ഒരു റീബൂട്ടിംഗ് സമയമായോ ഇതിനെ കാണാവുന്നതാണ്. പഠനത്തിൽ പങ്കെടുത്ത 25% പേരും അഭിപ്രായപ്പെട്ടത് ഇത്തരത്തിൽ കുറച്ച് സമയം ബാത്റൂമിൽ തനിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ തങ്ങൾക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയില്ല എന്നാണ്. ഇതിനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായി കാണുന്നത് തികച്ചും തെറ്റായ ഒരു നിഗമനമായിരിക്കും. മറിച്ച് ഇതിനെ ഒരു മീ ടൈം ആയിട്ടാണ് മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സ്വന്തം ചിന്തകളെ ക്രമീകരിക്കാനും ഓരോ മനുഷ്യനും ഇത്തരത്തിൽ ചില സ്വകാര്യ നിമിഷങ്ങൾ ആവശ്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ പലപ്പോഴും സാമൂഹികമായ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഉള്ളിലെ സമ്മർദ്ദങ്ങളെ പുറം ലോകം അറിയാതെ ഒന്ന് അഴിച്ചുവിടാൻ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം ബാത്റൂമാണ്. അവിടെ അവർക്ക് ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല. 10 മിനിറ്റ് നീളുന്ന ഒരു ബാത്റൂം സന്ദർശനം പോലും ഒരു പുരുഷന്റെ മാനസിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് സർവേ വ്യക്തമാക്കുന്നു. മൊബൈൽ ഫോണുകളുടെ സാന്നിധ്യം ഈ പ്രവണതയെ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ ബാത്റൂമിൽ പത്രങ്ങളും മാസികകളും കൊണ്ടുപോയിരുന്ന ശീലം ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഏറ്റെടുത്തിരിക്കുന്നു. ലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു ജാലകമായിരിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരുടെ ശല്യമില്ലാതെ ഉപയോഗിക്കാനുള്ള ഒരിടമായി ബാത്റൂം മാറുന്നു. വീഡിയോ കോൾ കാണുന്നതിനും ഗെയിമുകൾ കളിക്കുന്നതിനും അല്ലെങ്കിൽ കേവലം ഇമെയിലുകൾ ചെക്ക് ചെയ്യുന്നതിനും സമാധാനപരമായ ഒരു അന്തരീക്ഷം ബാത്റൂം നൽകുന്നുണ്ട്. പുറത്താരെങ്കിലും വാതിലിൽ മുട്ടുന്നത് വരെ തനിക്ക് ലഭിക്കുന്ന ആ 10-15 മിനിറ്റ് ഒരു ശരാശരി പുരുഷന് തന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമാണ്. പുരുഷന്മാരുടെ കാര്യമാണ് ഈ സർവേയിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. എങ്കിലും സ്ത്രീകളും ഇത്തരത്തിലുള്ള സേഫ് സ്പേസുകൾ അത്യന്താപേക്ഷിതമാണെന്ന് പഠനം അടിവരയിടുന്നു. കുടുംബത്തിലെ ഓരോ അംഗത്തിനും തങ്ങളുടേതായ ഒരിടം ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും വീടിനുള്ളിലെ ഘടനയിൽ സ്ത്രീകൾക്ക് ഇത്തരം ഇടങ്ങൾ കണ്ടെത്തുക എന്നത് കൂടുതൽ പ്രയാസകരമാണ്. അടുക്കളയിലോ മറ്റു മുറികളിലോ ആയിരിക്കുമ്പോൾ അവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കും. അതിനാൽ തന്നെ ലിംഗഭേദമന്യേ ഓരോ വ്യക്തിയും തങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താൻ ഇത്തരത്തിലുള്ള ചെറിയ ഒളിച്ചോട്ടങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ബാത്റൂം എന്ന ഇടം എല്ലാവർക്കും തുല്യമായി ലഭ്യമായ ഒന്നായതുകൊണ്ടാണ് അത് ഇത്രയധികം ജനകീയമായ ഒരു സങ്കേതമായി മാറിയത്. ഈ പഠനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയൊരു സത്യമുണ്ട്. അത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കുക എന്നതാണ്. പങ്കാളി ബാത്റൂമിൽ അല്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാനസികമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. സമാധാനത്തോടെയുള്ള ആ ഒരു കുറച്ച് സമയം ഓരോ വ്യക്തിയും തൻ്റെ ലോകത്തോട് മടങ്ങാനുള്ള ഒരു വാതിലായിട്ടാണ് കാണുന്നത്.
പങ്കാളി ബാത്റൂമിൽ അല്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാനസികമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. സമാധാനത്തിനായുള്ള ആ ഒരു കുറച്ചു സമയം ഓരോ വ്യക്തിക്കും തൻ്റെ ലോകത്തേക്ക് മടങ്ങാനുള്ള ഒരു വാതിലായിട്ടാണ് മാറുന്നത്. മാനസിക സമ്മർദ്ദങ്ങൾ ഏറിവരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ചെറിയ സങ്കേതങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി വരുന്നു. ആരും ശല്യം ചെയ്യാനില്ലാത്ത ഒരൽപ്പം തണുപ്പും ഏകാന്തതയുമുള്ള ആ ബാത്റൂം മുറി കേവലം കോൺക്രീറ്റ് ചുവരുകളല്ല, മറിച്ച് പലരുടെയും മാനസിക സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഔഷധാലയം കൂടിയാണ്. ചുരുക്കത്തിൽ ബാത്റൂം സന്ദർശനങ്ങൾ നീണ്ടുപോകുന്നത് അലസത കൊണ്ടോ വെറുതെ സമയം കളയാനോ അല്ല. അത് ആധുനിക മനുഷ്യൻ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ഒരു അതിജീവന തന്ത്രമാണ്. സമൂഹവും കുടുംബവും ഒരു പുരുഷനിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് താൽക്കാലികമായി മോചനം നേടാൻ അയാൾ കണ്ടെത്തുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണിത്. ഇതിനെ പരിഹസിക്കുന്നതിനേക്കാൾ ഉപരിയായി ഓരോ വ്യക്തിക്കും തങ്ങളുടേതായ ഒരു ലോകം വീടിനുള്ളിൽ തന്നെ ആവശ്യമാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് തിരിച്ചറിയുന്നത് ഗുണകരമായിരിക്കും. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ വീട്ടിലെ പുരുഷനോ സ്ത്രീയോ ബാത്റൂമിൽ അല്പസമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അവർ അവിടെ തങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുകയാണെന്ന് കരുതി ആ സമയം അവർക്ക് വിട്ടു നൽകുക. കാരണം ആ കുറച്ച് നിമിഷങ്ങൾ അവർക്ക് നൽകുന്നത് ഒരു വലിയ ദിവസത്തെ നേരിടാനുള്ള ഊർജ്ജമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.